എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് സാധാരണയായിട്ട് നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന സാധാരണ ചിക്കൻ കറിയാണ്. ഇതെങ്ങനെയാണ് കൂടുതൽ ടേസ്റ്റോടു കൂടി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി എടുത്തിരിക്കുന്നത് 5 ചെറിയ പീസ് ഇഞ്ചി, ഇടത്തരം വലിപ്പമുള്ള സവോളയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 2 സവോള മുഴുവനായും 1 സവോളയുടെ പകുതിയും എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക്, വെളുത്തുള്ളി 1 മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് കറിവേപ്പിലയും എടുക്കാം. കറി വെക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സാധാരണയായി നിങ്ങൾ ഏത് എണ്ണയാണ് ഉപയോഗിക്കുന്നത് ആ എണ്ണ തന്നെ കറി വെക്കുന്നതിന് ഉപയോഗിച്ചാൽ മതി. കൂട്ടുകളെല്ലാം ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ ഇത് ചേർത്ത് കൊടുക്കാം. കൂട്ടുകൾ പെട്ടെന്ന് വഴന്നു വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ചേർത്തിട്ടില്ല. കൂട്ടുകൾ ചെറിയ തീയിലിട്ടിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. ഇവിടെ ഒരുവിധം വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഏതൊക്കെ പൊടികളാണ് ചേർക്കുന്നതെന്ന് നോക്കാം. മല്ലിപ്പൊടി 1.5 ടീസ്പൂൺ, ഗരം മസാല 1.5 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, പാക്കറ്റ് ചിക്കൻ മസാല 1.5 ടീസ്പൂൺ. പൊടികളെല്ലാം വഴന്നു വന്ന കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. പൊടികൾ മൂക്കുന്നത് വരെ ചെറു തീയിലിട്ട് ഇളക്കി കൊടുക്കണം. പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി മുറിച്ച് ചേർക്കുന്നുണ്ട്. കറിക്ക് കൂടുതൽ ഗ്രേവി കിട്ടുന്നതിന് വേണ്ടിയാണ് തക്കാളി ചേർക്കുന്നത്. തക്കാളിയുടെ പുളി ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അകത്തെ ആ സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗം എടുത്തു മാറ്റിയതിന് ശേഷം വഴറ്റി ഉപയോഗിക്കാം. തക്കാളി ചേർത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ കൂട്ട് എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇറച്ചിക്കറിക്കൊക്കെ കൂട്ട് വഴറ്റുമ്പോൾ നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ വഴറ്റിയെടുക്കണം. എന്നാൽ മാത്രമേ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഇവിടെ ചിക്കൻ കറിക്ക് വേണ്ടി 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനി നന്നായി വഴന്നു വന്ന കൂട്ടിലേക്ക് ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇത് കുറച്ച് സമയം അടച്ചു വെച്ച് വേവിക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ഈ സമയം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനി കുറച്ച് സമയം ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഈ സമയം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ ടേസ്റ്റ് കിട്ടും. ഏകദേശം ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരും. തേങ്ങാപ്പാലിന് വേണ്ടിയിട്ട് ഇവിടെ 1 മുറി തേങ്ങയാണ് ചിരകിയെടുത്തിരിക്കുന്നത്. തേങ്ങാപ്പാൽ 2 ഭാഗങ്ങളായിട്ടാണ് എടുക്കുന്നത്. 1-ാം പാലും 2-ാം പാലും. 2-ാം പാലിൻ്റെ പകുതി ഈ സമയം ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2-ാം പാൽ ഒഴിച്ചതിന് ശേഷം ചിക്കൻ വേകുന്നത് വരെ ഇത് അടച്ചു വെക്കാം. ചിക്കൻ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ബാക്കി 2-ാം പാലും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളപ്പിക്കുന്നുണ്ട്. 2-ാം പാൽ തിളച്ചതിന് ശേഷം 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. 1-ാം പാൽ ചേർത്തതിന് ശേഷം തിളപ്പിക്കരുത്. ഒന്ന് ചൂടാകുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യണം. ഈ ചിക്കൻ കറി അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും പുട്ടിൻ്റെയൊക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. ചോറിൻ്റെ കൂടെയും കഴിക്കാവുന്നതാണ്. ഇതുപോലെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പുതിയ ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.